ഹായ് ഹലോ ഡിയേഴ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ജോസേട്ടൻ. 1981 സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ തേനീച്ച കൃഷി. ഇതാ ഇവിടെ മാത്രമല്ല കേട്ടോ, വേറെ കുറേ സ്ഥലങ്ങളിൽ കൂടി കൃഷി ചെയ്യുന്നുണ്ട്. ജോസേട്ടനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം തേനീച്ച കൃഷിയെ പറ്റി. ഇതാണ് ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി. പ്രകൃതിയുടെ വിളിയാണ്. അതെ അതെ, ഒരു കൂട്ടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുക്കണുണ്ടല്ലേ. ഉപയോഗിക്കില്ല. അപ്പോൾ അതിനെയൊന്നും വേദനിപ്പിക്കാണ്ടെല്ലാം പയ്യെ സാവകാശം ചെയ്യുന്നല്ലേ. അങ്ങനെ ഉണ്ട്. ഇതിപ്പോ എത്ര നാള് മുമ്പ് തുടങ്ങി കൃഷി ചെയ്താ? ഒരു കുത്ത് കിട്ടി അതിന്റെ ആന്റിജൻ ശരീരത്തിലുണ്ടായാൽ പിന്നെ 6 മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയല് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നെയൊക്കെ ഒരു ദിവസം ഒരു 100 ഈറ്റെങ്കിലും കിട്ടുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ കയ്യാലെല്ലാം ഇഷ്ടംപോലെ കിട്ടുക. എക്സ്പീരിയൻസ് ആണ് പ്രധാനപ്പെട്ടതിന്. അതിനകത്ത് റാണി തേനീച്ചയൊക്കെ ഇല്ലേ? അതെങ്ങനെ നമ്മൾ കണ്ടറിയുന്ന എങ്ങനെയാ ഏതാന്നുള്ള? അത്രേ ഉള്ളൂ. അല്ലാതെ റാണി അങ്ങനെ നോക്കേണ്ട ആവശ്യമൊക്കെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നോക്കും. റാണി ഉണ്ടോന്നുള്ളത് നമുക്ക് കൂട് കാണുമ്പോൾ അറിയാം. ഓക്കെ, അതിന് ഇച്ചിരി വലിപ്പം ഉണ്ടായിരിക്കുവോ? റാണിക്ക് വലിപ്പം കൂടുതലുണ്ട്. ഈച്ച ഉണ്ടാക്കുന്ന ഇത് ഈച്ച ഉണ്ടാക്കുന്നത് മുകളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈച്ച മുകളിലേക്ക് വളർത്ത് വരണമെങ്കിൽ ഒരുപാട് താമസപ്പെടും. പക്ഷെ മുകളിലേക്ക് നമ്മൾ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഈച്ച മുകളിലേക്ക് കെട്ടിക്കൊടുക്കണം. അതിനോട് താല്പര്യം വേണം, ക്ഷമയും വേണം. നല്ല കെയർ കൊടുക്കണം. എന്ത് കൃഷി സംബന്ധമായ എന്തിനും. അതെ അതെ, കെയർ കൊടുക്കാത്തവർ രക്ഷപ്പെടുകയില്ല. ഇല്ലില്ല. മക്കളെ വളർത്തുന്നതാണെങ്കിലും അങ്ങനെ. മക്കളെ വളർത്തുന്നതും കൃഷി ചെയ്യുന്നതും തേനീച്ച വളർത്തലെല്ലാം. അതെ. ജോസേട്ടൻ മിക്കപ്പോഴും തേനീച്ചകളുടെ പരിചരണത്തിനായിട്ട് വരാറുണ്ട് കേട്ടോ. ബട്ട് വളരെ സൈലന്റ് ആയിട്ട് നിന്ന് ചേട്ടന്റെ പണികൾ കഴിഞ്ഞ് ചേട്ടൻ വീട്ടിൽ പോവുകയാണ് ചെയ്യാറുള്ളത്. ഞാനിന്നൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ചേട്ടന് അതിനു വേണ്ടിയിട്ട് എനിക്ക് സമയമൊരുക്കി തന്നു കേട്ടോ. ചേട്ടൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കൃഷിയാണ് തേനീച്ച കൃഷി എന്നാണ്. ഈ തേനീച്ച കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഇത്. ഇഷ്ടത്തോടെ കഷ്ടപ്പാടോടുകൂടി ചെയ്യുന്ന ഈ തേനീച്ച കൃഷി ഒടുവിൽ നമുക്ക് മധുരമുള്ള വിജയം സമ്മാനിക്കും കേട്ടോ.